നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ ആയിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ ബാലേന്ദ്രൻ സ്റ്റാലിനോട് പറഞ്ഞു, അതെ, ഈ പറഞ്ഞ വൈജയന്തി എനിക്ക് സ്വന്തമാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. 10-23 വർഷക്കാലം മുമ്പ് കുഞ്ഞിരാമമേനോൻ എൻ്റെ കവളത്തന്ന അടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ വിഡ്ഢിയായ ഞാൻ അവളെ സ്വന്തമാക്കി. പക്ഷെ എനിക്കറിയില്ലല്ലോ അവൾ എങ്ങനത്തെ ഒരുത്തിയായിരുന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഒരാളുടെ കൂടെ ജീവിച്ചവളാണ്, അല്ലെങ്കിൽ എന്നെ വഞ്ചിച്ചാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതെന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര അഹങ്കാരത്തോട് കൂടിയിട്ടാ അന്ന് അവളെ സ്വീകരിച്ചേ. പക്ഷേ 10-23 വർഷക്കാലം ഞാൻ വെറും വിഡ്ഢിയായി പോയി. പിന്നെ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് തോന്നിയ വികാരം എന്താണെന്നറിയോ മിസ്റ്റർ സ്റ്റാൻലി? എനിക്ക് എല്ലാവരുടെയും ദേഷ്യമായിരുന്നു. നിങ്ങളെയും അതുപോലെ തന്നെ വൈജയന്തിയെയും അലീനയും എന്നെ തന്നെ എനിക്ക് കൊല്ലണം തോന്നി, വെടിവെച്ച് തീർക്കണം തോന്നി. എങ്ങാനും ആ സമയത്ത് നിങ്ങൾ എൻ്റെ കണ്ണിപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ അന്ന് ഞാൻ തീർത്ത് കളഞ്ഞാനും. പക്ഷെ എന്ത് ചെയ്യാനാ, വിധിയുടെ വിരോധാഭാസം. അതുകൊണ്ട് എന്താ സംഭവിച്ചത്, ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അറ്റാക്കിൻ്റെ രൂപത്തിൽ അതെന്നെ പിടികൂടി. അങ്ങനെ കുറച്ച് നാളെ ഹോസ്പിറ്റലായി. ഒടുവിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ എൻ്റെ ചിന്തകളും രീതികളും ഒക്കെ ഒന്ന് മാറ്റി. എനിക്ക് ദേഷ്യം ഒരാളോട് മാത്രമായി, ഒരേ ഒരാളോട് മാത്രം, വിദ്വേഷം, പക എല്ലാം. അത് വൈജയന്തിയോട് മാത്രം. ഈ പറയുന്ന നിങ്ങളെ, അതുപോലെ ഗംഗാധര മേനോനെ, ശിവശങ്കരനെ, അലീനെ, എല്ലാവരും ഞാൻ എൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ നിന്ന് അങ്ങോട്ട് മാറ്റി. എനിക്ക് ദേഷ്യം അവളോട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വൈജയന്തിയോട്. അവളെ എങ്ങനെയും തീർക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോഴാണെങ്കിലും ശരി, അവളുണ്ടല്ലോ വൈജയന്തി, അവൾക്കറിയില്ല സ്വന്തം മകളാണ് അലീന എന്നുള്ളത്. ചിലർ ചൊല്ലു പറയുമല്ലോ, അതായത് പ്രേതം കുരിശ് കാണുന്ന പോലെ എന്ന് പറഞ്ഞ പോലെ വൈജയന്തി അലീനയെ കാണുന്നത്. അലീനയെ കണ്ടു കഴിയുമ്പം സ്വന്തം മകളാണെന്നറിയില്ലാതെ അവൾക്ക് ഭ്രാന്തടകം. അവൾ ആ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ മാത്രമേ വൈജയന്തി വരത്തുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചോണ്ടിരിക്കുക. എന്തൊരു കാര്യങ്ങളൊക്കെ അല്ലേ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തെ സ്റ്റാലിൻ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ആ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, ഞാൻ അനുഭവിച്ച വേദന എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോഴേക്കും സ്റ്റാലിൻ പറഞ്ഞു, ബാലേന്ദ്ര, എനിക്ക് അവളെ ഒന്ന് കാണാൻ പറ്റുമോ, അലീനയെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ബാലേന്ദ്രൻ ഇങ്ങനെ ഒന്ന് നോക്കി. എൻ്റെ ബാലേന്ദ്രൻ ഒന്ന് തല കുലുക്കുവാണ്. ഇത്ര സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഗോവർദ്ധൻ ബാലേന്ദ്രനെ വിളിച്ചു. ബാലേന്ദ്രനെ വിളിച്ചിട്ട് ചോദിച്ചു, ബാലേട്ട ഇതെവിടെയാ? ഞാനിതേ ഹോട്ടലിൻ്റെ താഴെ എത്തിയെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് കയറി വരട്ടേന്ന് ചോദിച്ചു. വേണ്ട, ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് ഇറങ്ങി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ വെച്ച് ഇച്ചിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രന് ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് ഗോവർദ്ധനോട് ഒന്ന് പോയേക്കാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോവർദ്ധൻ ചോദിച്ചു, ബാലേട്ടൻ എന്തിനാ ഇവിടേക്ക് വന്നേ? അതോ സ്റ്റാൻലി ജോസഫിനെ കാണാനായിട്ട്? അയാളെയോ? അതെ, അലീനയുടെ അച്ഛനെ കാണാൻ വേണ്ടി വന്ന. അയാൾ ഇത്ര പെട്ടെന്ന് ഇവിടെ വന്നോ? വന്നിടോ, അയാൾ എവിടെയുണ്ട്. അയാളോട് ഞാൻ സംസാരിച്ചു. എന്നിട്ട് അയാൾ എന്ത് പറഞ്ഞു? അയാൾക്ക് അലീനെ ഒന്ന് കാണണം പോലും, അയാളുടെ മോളെ ഒന്ന് കണ്ട് അത് അയാളുടെ മോളാണോ എന്ന് അയാൾക്കൊന്ന് ഉറപ്പിക്കണം പോലും. എന്നിട്ട് ബാലേട്ടൻ എന്ത് പറഞ്ഞു? സമ്മതിച്ചോ? പിന്നെ സമ്മതിക്കാതെ അയാൾ കാണട്ടെ. ഇനിയിപ്പോൾ കണ്ടതിന് ശേഷം അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണ്ട. അതെ, പൂർണ്ണ മനസ്സോടു കൂടി മാത്രമേ അയാൾക്ക് അലീനെ കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ അയാൾ എന്താണെങ്കിലും അലീനെ കൊണ്ടുപോകാൻ പോകുന്നില്ല. അയാൾക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മകളെ ആർക്കും വിട്ടുകൊടുക്കില്ലടോ. എൻ്റെ മകളായിട്ട് എൻ്റെ ബാക്കി കുട്ടികളോടൊപ്പം അവള് വളരും. അവളെന്നെ അച്ഛന്ന് വിളിച്ച്, അപ്പോൾ അവൾക്ക് ഞാൻ അച്ഛൻ തന്നെയാ. അവളെ പിന്നെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. അവൾ എൻ്റെ വീട്ടിൽ തന്നെ താമസിക്കൂടോ. ആ കാര്യത്തിൽ എനിക്ക് 100-150% ഉറപ്പുണ്ട്. സ്റ്റാൻലിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ ഒരിടത്തേക്കും ജോലിക്കായിട്ട് ഞാൻ അവളെ പറഞ്ഞു വിടത്തില്ല എന്ന് പറഞ്ഞു. ഗോവർദ്ധൻ ഒരു അമ്പരപ്പോട് കൂടിയിട്ടാണ് ബാലേന്ദ്രനെ നോക്കുന്നത്. പിന്നീട് ഗോവർദ്ധൻ ചോദിച്ചു, അല്ല ബാലേട്ട, എനിക്ക് ബാലേട്ടൻ്റെ കാര്യം ഓർത്തിട്ടാ വിഷമം. എൻ്റെ കാര്യം ഓർത്തിട്ട് നീ എന്തിനാടാ സങ്കടപ്പെടുന്നേ? അല്ല ബാലേട്ട, അലീനെ എങ്ങാനും അയാൾ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ട്. പിന്നത്തെ കാര്യം ഓർക്കുമ്പോൾ, പിന്നത്തെ കാര്യം അത് വിട്ടേക്ക്, അതിനെക്കുറിച്ച് ഇപ്പം ചിന്തിക്കുകയൊന്നും വേണ്ട. അല്ല വൈജേച്ചി, വേണ്ടാത്ത പേരുകളൊന്നും ഇവിടേക്ക് ഈ സമയത്ത് വലിച്ചഴിക്കണ്ട. ഇപ്പം നമ്മുടെ കളത്തിൽ സ്റ്റാൻലിയുമായിട്ടാണ് നമ്മൾ പടപെട്ടിക്കൊണ്ടിരിക്കുന്നത്. വൈജയ്ക്കുള്ള അവസരം ഞാൻ കൊടുക്കാൻ പോകുന്നുള്ളൂ. അതിനുശേഷം വൈജയന്തി അവളെ വെറുതെ വിടുമെന്ന് ഓർത്താണോ ഇരിക്കുന്നത്? ഒരിക്കലും ഇല്ല. ഗോവർദ്ധന, പിന്നെ നിന്നെ ഇപ്പം ഞാൻ വിളിപ്പിച്ച് എന്തിനാണെന്നറിയോ? നമുക്ക് അഡ്വക്കേറ്റിനെ ഒന്ന് കാണാൻ പോകണം. അഡ്വക്കേറ്റിന്? അതെ, അയാളെ വിളിച്ചു പറ, അവിടേക്ക് ചെല്ലുന്നുണ്ടെന്ന് ഞാൻ എന്ന് വിളിച്ചു പറയാൻ പറഞ്ഞു. ശരി ബാലേട്ട, പോയേക്കാന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പറയുന്നതിന് അപ്പുറമില്ല ഗോവർദ്ധന്. കാരണം ഗോവർദ്ധന് ബാലേന്ദ്രൻ അത്രയ്ക്ക് വിശ്വാസവും ഇഷ്ടമാണ് താനും. ഇതേ സമയത്ത്
സ്റ്റാലിലേക്കും മദ്യമായിട്ട് വീട്ടങ്ങോട്ട് വന്നു. അങ്ങനെ മദ്യമൊക്കെ സ്റ്റാലിൽ എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവധുക്കുട്ടിച്ചാൻ്റെ ഫോൺ വരുന്നത്. അവധുക്കുട്ടിച്ചാൻ വിളിച്ചിട്ട് നീ ഇത് എവിടെയാടാ? ഞാൻ പാലായാലോ അപ്പച്ച. പാലായാലോ? നീ എന്തിനാടാ പാലായിക്ക് പോയത്? ഒരാളെ കാണാൻ വേണ്ടി വന്ന ബാലേന്ദ്രനെ. ബാലേന്ദ്രനെയോ? അതെ, അന്ന് എൻ്റെ മകളാണെന്നും പറഞ്ഞു ഒരു പെൺകുട്ടി ഉണ്ടെന്നും പറഞ്ഞ് വന്നില്ലേ? ഓ, ഇപ്പം മനസ്സിലായി. അയാളെ കാണാനാണോ വീണ്ടും നീ അവിടേക്ക് പോയത്? നിനക്കിത് എന്തിൻ്റെ വട്ടാടാ? അതെ, അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം അപ്പച്ച. സത്യമാണോ? അതെ, ആഗ്രഹം വെച്ച് അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു ഞാൻ പറഞ്ഞില്ലേ. അവൾ പിന്നീട് പ്രസവിച്ചു, ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ആ കഥകളൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ്. അവളുടെ പ്രായം 22 വയസ്സ്. എല്ലാ കാര്യങ്ങളും കൃത്യമാ. എടാ, നിനക്കെന്നാ തലയ്ക്ക് ഭ്രാന്തുണ്ടോ? എടാ, പെൺകുട്ടിയാന്നുള്ള കാര്യം ഓർമ്മ വേണം. അതൊക്കെ എടുത്ത് തലയിലേക്ക് വെച്ചാൽ പിന്നീട് കുരിശാവും എന്നുള്ള കാര്യം ചിന്തിക്കണം. എനിക്ക് അവളെ ഒന്ന് കാണണോ അപ്പച്ച? കണ്ടേ മതിയാവൂ. ഇനിയിപ്പം നിനക്ക് കാണാൻ നിർബന്ധം ഉണ്ടെങ്കിൽ നീ പോയി കണ്ടു. പക്ഷെ അവളെ വിളിച്ചോണ്ട് വരാനൊന്നും നീ നിൽക്കണ്ട. പറഞ്ഞു കേട്ടല്ലോ. കണ്ടിട്ട് ഇങ്ങോട്ട് പോന്നേക്കണോന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് അത് കുട്ടിച്ചായ ഫോൺ കട്ട് ചെയ്തു. സ്റ്റാലിൻ ഇങ്ങനെ ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. എന്ത് ചെയ്യണം എന്നറിയണ്ടായിരുന്നില്ല. പിന്നീട് രോഹിത് കോളേജിലേക്ക് പോകാനായിട്ട് ഇറങ്ങുവാണ്. അങ്ങനെ അപ്പോഴേക്കും അലീന അങ്ങോട്ട് വന്നു. രോഹിത് പറഞ്ഞു ഞാൻ പോയിട്ട് വരാൻ ചേച്ചി എന്ന് പറഞ്ഞ് രോഹിത് ഇറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോളും ബബിതയും കൂടെ വന്നു. കൃഷ്ണമോൾ പറഞ്ഞു ഉച്ചയ്ക്ക് ഉണ്ടാ ഞാൻ കാണും കേട്ടോ. എക്സാം ആയതുകൊണ്ട് എനിക്ക് ഉച്ചവരെ ഉള്ളെന്ന് പറഞ്ഞു. നന്നായിട്ട് എക്സാം ഒക്കെ എഴുതണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബബിതയ്ക്കും എക്സാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സ്കൂട്ടിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴത്തേനും അലീന ഒരു തുണിയൊക്കെ എടുത്തോണ്ട് സ്കൂട്ടി ഒന്ന് തുടച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ ഇവിടെ കുറച്ച് ചെളിയൊക്കെ ഇരിക്കുന്ന കണ്ടു എന്ന് പറഞ്ഞു. ആ സമയത്ത് കൃഷ്ണമോള് ബബിതയെന്ന് നോക്കി. ബബിത പറഞ്ഞു താങ്ക്സ് എന്ന് പറഞ്ഞു. അലീന പറഞ്ഞു നോ മനുഷ്യൻ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോള് പറഞ്ഞു ആഹാ അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ യാത്രയൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയി. അലീനയ്ക്ക് അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. ഈ സമയത്ത് ബാലേന്ദ്രൻ്റെ ഫോണിലേക്ക് സ്റ്റാലിനെ വിളിക്കുവാണ്. സ്റ്റാലിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ ചോദിച്ചു എന്താ സ്റ്റാലിൻ എന്ന് ചോദിച്ചു. അല്ല, ഞാൻ കരുതി നിങ്ങൾ എന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കുമായിരിക്കുന്നു. വിളിക്കാത്തതുകൊണ്ട് ഞാൻ വിളിച്ചാ. ഞാൻ പറഞ്ഞല്ലോ അലീനെ എനിക്കൊന്ന് കാണണമെന്നോ. ഓ അതാണോ? ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാമെന്ന് കരുതി ഇരിക്കുമായിരുന്നു. അല്ല, എവിടെ വെച്ച് കാണണമെന്ന് പറഞ്ഞില്ല. നിങ്ങളൊരു കാര്യം ചെയ്യുക, എൻ്റെ വീട്ടിലേക്ക് പോരാൻ പറഞ്ഞു. വീട്ടിലേക്കോ? അല്ല, അത് വേണോ ബാലേന്ദ്ര? വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലം? ഓ, അങ്ങനെയൊരു കാര്യം ചെയ്യുക, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ചിട്ട് വിളിച്ചു പറയാമെന്ന് ബാലേന്ദ്രൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ സ്റ്റാലിൻ പറഞ്ഞു അത് കുഴപ്പമില്ല. ഇനിയിപ്പം ബാലേന്ദ്രൻ പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ വന്നു. അതുകൊണ്ടാണ്. സാരമില്ല, വീട്ടിലേക്കുള്ള ലൊക്കേഷൻ മാപ്പ് ഒന്ന് ഇട്ടാൽ തന്നാൽ മതി. ഞാൻ വീട്ടിലേക്ക് വന്നോളാം, എനിക്ക് പ്രശ്നമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾക്ക് വേണ്ടി വണ്ടി വല്ലതും അറേഞ്ച് ചെയ്യേണ്ട കാര്യമുണ്ടോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. അതൊന്നും പ്രശ്നമില്ല, ലൊക്കേഷൻ മാപ്പൊന്ന് ഇട്ട് തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. ശരി, പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ആരാ എന്താന്ന് അവിടെ വരും പറയണ്ടേന്ന് ചോദിച്ചു. ബാലേന്ദ്രൻ പറഞ്ഞു അതിപ്പോൾ എന്താ പറയുന്നേ? അല്ല, നമ്മൾ രണ്ടും കൂടെ ഒരു കാര്യം വേണമല്ലോ പറയാനായിട്ട് അവളുടെ അടുത്ത്. എൻ്റെ ഒരു ക്ലയൻറ്റാന്ന് ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്തു. ആ സമയത്താണ് അലീന അങ്ങോട്ടേക്ക് വരുന്നത്. അലീന വന്നിട്ട് പറഞ്ഞു അച്ഛാ എനിക്കൊന്ന് പുറത്ത് വരെ പോകണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചു അല്ല, എനിക്ക് ചായ ഒന്നും ഇല്ലേ? അതെ, രാവിലെ ഒരു ചായ കുടിച്ചല്ലേ. ഓ, ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൂടെ മതിയെന്ന് പറഞ്ഞു. ഓ, ഇതിനും കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ? നീ രാവിലെ എൻ്റെ അടുത്ത് കണക്ക് പറയാൻ വേണ്ടി വന്നതാണോ? അലീന പറഞ്ഞു കണക്ക് പറയാൻ വേണ്ടി വന്നതല്ല. അതെ, അച്ഛനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വിളിക്കാൻ വന്നാ. അപ്പോഴാണ് ഞാൻ പുറത്തു പോകുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചേ. അല്ല, നീ എന്തിനാ ഇപ്പോൾ പുറത്തു പോകണേ? അത് പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, ഓർഫനേജിൽ കൊടുക്കാനുണ്ട്. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ ഒന്ന് ആലോചിച്ചു. സ്റ്റാലിൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ബാലേന്ദ്രൻ പറഞ്ഞു ഇന്ന് നീ പുറത്തു പോകണ്ട. അതെന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞത്? നാളെ പോയാൽ മതി, നാളെ ആകുമ്പോൾ ഞാനും കൂടെ നിന്നോടൊപ്പം വരാം. അതെന്താ വെച്ചാൽ? അല്ല, നീ സാധനങ്ങളൊക്കെ കൊണ്ടേ കൊടുക്കുന്ന എവിടെയാണെന്ന് എനിക്കറിയില്ലോ, ഞാനും കൂടെ ഒന്ന് കണ്ടിരിക്കട്ടെ. നീ ഇല്ലാത്ത സമയത്ത് ഞാൻ വേണ്ടേ പിന്നെ അവിടെയൊക്കെ കൊണ്ടേ കൊടുക്കാനായിട്ട്? നീ ഇല്ലാത്ത സമയത്ത് അത് മുടക്കാൻ പാടില്ലല്ലോ. അലീന ഒരു അന്താളിപ്പോടുകൂടി ബാലേന്ദ്രനെ നോക്കി. അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചു എന്താണ് നോക്കുന്നേ? അല്ല, അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ട് ഞാൻ നോക്കിയതാ. അതെ, നീ ഇല്ലാത്തതിൻ്റെ കുറവ് അവരറിയണ്ട, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായി. അലീന ബാലേന്ദ്രനെയും നോക്കി. പിന്നീട് പറഞ്ഞു ബാച്ചാന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങ് തിരിഞ്ഞു നടന്നിട്ട് ബാലേന്ദ്രനോട് പറഞ്ഞു താങ്ക് യു എന്ന് പറഞ്ഞു. എന്തിന്? അല്ല, അച്ഛൻ എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നേനെ എന്നൊക്കെ പറഞ്ഞൊരു ചിരിയൊക്കെ ചിരിച്ചിട്ട് അലീന അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് ബാലേന്ദ്രന് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായി. അലീന പോകുമല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയെന്ന് കാണുന്നേ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.